ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നേന്ത്രപ്പഴം വെച്ച് ചെയ്യാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷേക്കിന്റെ റെസിപ്പിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നേന്ത്രപ്പഴം വെച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സ്നാക്ക് ഒക്കെ ഉണ്ടാക്കാൻ ഇപ്പൊ നേന്ത്രപ്പഴമൊക്കെ എല്ലാവരും വാങ്ങിക്കാറുണ്ടാവും. അപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ നല്ല പഴുത്തിട്ടുള്ള അത്യാവശ്യം വലുപ്പമുള്ള ഒരു നേന്ത്രപ്പഴം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കറുത്ത മുന്തിരിയാണ് കേട്ടോ. അപ്പൊ അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഏകദേശം ഒരു അരക്കപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട്. ഒരു 10-25 ഒക്കെ എന്തായാലും ഉണ്ടാവും. അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ആണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇനിയിപ്പോൾ അതെല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പൊ പകരം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എത്രയാണോ മധുരം വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കട്ടയാക്കിയിട്ടുള്ള പാലാണ്. അപ്പോൾ ഏകദേശം ഞാൻ ഇതുണ്ടാക്കാനായിട്ട് 1 കപ്പ് പാൽ എടുക്കുന്നുണ്ട്. അപ്പൊ അത് നന്നായിട്ട് കട്ടയാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് അടിഞ്ഞു കിട്ടാനായിട്ട് നിങ്ങൾക്ക് വേണേൽ തണുത്ത പാലും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. ഒട്ടും തന്നെ കട്ടയില്ലാതെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഇത് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതിൽ കളർ കറക്റ്റ് മനസ്സിലാവാത്തതുകൊണ്ടാണ് കേട്ടോ. ഒരു ഭംഗിയുള്ള ഒരു കളറാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കുടിക്കാനായിട്ട്. ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം. ഞാനിത് അരിച്ചിട്ടില്ല, കാരണം അതിൽ കുരു ഉണ്ടായിരുന്നില്ല. കുരുവില്ലാത്ത മുന്തിരിയായിരുന്നു. അപ്പോൾ ചെറിയ ഒരു എന്താ പറയുക, അതിന്റെ തൊലി മാത്രമേ ഉള്ളൂ. പക്ഷെ അത് കാണാൻ ഭംഗിയാണ്, കുടിക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അരിച്ചെടുത്താൽ മതി. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പൊ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് ടോളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ മറ്റൊരു കിടുക്കൻ ഇഫ്താർ റെസിപ്പിയിൽ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.